നൈറ്റ് ലൈഫ് ഇല്ല എന്നുള്ളതാണ് എല്ലാ ആളുകളും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നൈറ്റ് ലൈഫ് ഇല്ല, ഒരു ഫുഡ് സ്ട്രീറ്റ് ഇല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വൈകുന്നേരം കലാപരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളില്ല, ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമില്ല, ചിരിക്കുന്ന മുഖങ്ങളെ കാണാനില്ല. 7 മണി കഴിയുന്നതോടെ ലൈറ്റും അടച്ച് കടയുടെ ഷട്ടർ വിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്നു. ഹർത്താൽ ബാധിച്ച ഒരു യുദ്ധം നടക്കുന്ന ഏതോ ഒരു രാജ്യത്തെത്തിയ പ്രതീതിയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം അല്ലേ? നമ്മുടെ ബാംഗ്ലൂർ അങ്ങനെയാണോ? ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് ആണുള്ളത് അല്ലേ? ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് എങ്ങനെ സ്പ്രെഡ് ആവണമെന്ന് നിങ്ങൾക്കറിയാം. ബാംഗ്ലൂരിൽ നിന്ന് അതങ്ങ് സ്പ്രെഡായിട്ട് കർണാടകയിലെ പല ഭാഗങ്ങളിലോട്ടാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏരിയയിൽ ഒരു എന്താ പറയുക, ഒരു സാറ്റലൈറ്റ് വ്യൂ ഉണ്ടായി. കഴിഞ്ഞ ദിവസം റെഡിറ്റിൽ എവിടെ നിന്ന് ഞാൻ ആ വ്യൂ കണ്ടത്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. 2014 വ്യൂ ആണിത്. ഇവിടെ നിങ്ങൾ നോക്ക്, കർണാടക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റേറ്റിൽ ബാംഗ്ലൂർ എന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു നൈറ്റ് ലൈഫ് ഞാൻ പറഞ്ഞ നൈറ്റിലുള്ള വ്യൂ, അതിൻ്റെ ലൈറ്റ്സ് ആണ് കാണുന്നത്. അത് 2024 ആയപ്പോഴേക്ക് എന്തായിരുന്ന അവസ്ഥ എന്ന് പറയുക ഇങ്ങനെ ആയിട്ട് മാറി. നമ്മുടെ മറ്റ് 2014 ഒരു സ്പോട്ടിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അത് ഭയങ്കര വൈഡായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലോട്ടും ആ ലൈറ്റ് ഒരുപാട് പല സ്ഥലങ്ങൾ, അത് മൈസൂർ ആയിക്കോട്ടെ, മാണ്ഡ്യം അല്ലെങ്കിൽ തുംകൂർ ആ ഭാഗങ്ങളിലോട്ടൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ലൈറ്റ്. അതായത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും അത് വന്നിട്ടില്ലല്ലേ. പല ശ്രമങ്ങളും നടത്തി സർക്കാർ പല രീതിയിൽ ട്രൈ ചെയ്തു, പക്ഷേ എവിടെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പല ആളുകളും.